പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണ്. ഇന്ത്യ UN-ൽ പാകിസ്ഥാനെതിരെ എടുത്ത നിലപാടാണ് ശക്തമായ നിലപാട്. അതായത് ഇന്ത്യൻ പ്രതിനിധിയായ യോജന പട്ടേലാണ് UN-ൽ വെച്ച് പാകിസ്ഥാനെതിരെ ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം ഉന്നയിച്ചത്. പാകിസ്ഥാൻ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്നതിനൊക്കെ കൃത്യമായിട്ട് യോജന പട്ടേൽ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ്. India fully understands the long-lasting impact such acts have on victims, their families and society. പാകിസ്ഥാൻ്റെ തന്നെ ഡിഫൻസ് മിനിസ്റ്ററായ ഖ്വാജ ആസിഫ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 30 വർഷത്തോളമായി ഞങ്ങൾ തീവ്രവാദത്തെ കയറ്റി അയക്കുന്നുണ്ട്. ഞങ്ങളാണ് ഭീകരവാദത്തിന് സൈനികമായ അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ചെയ്തത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു, ബ്രിട്ടന് വേണ്ടിയായിരുന്നു, പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അവർ ഞങ്ങൾക്ക് ഒരുപാട് സഹായം നൽകി. അപ്പോൾ ഇത്തരത്തിലൊരു നിലപാടെടുത്ത് ഇന്ത്യയിലെ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ അവരാണെന്ന് ഏതാണ്ട് വെളിവാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് UN-ൽ വെച്ച് പറയുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാൻ പരസ്യമായ കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു തെമ്മാടി രാജ്യം എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും അതിക്രമവുമായി നിലകൊള്ളുന്നത്? അവർക്കെതിരെ കർശന നടപടിയെടുക്കേണ്ടേ? അപ്പം വളരെ കുറിക്കുകൊള്ളുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യക്കാരായ 26 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എപ്പോഴും വർദ്ധിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ പൊട്ടിത്തെറിയോ അതുപോലെ തന്നെ ദാരിദ്ര്യമോ ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഒരു രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി കാശ്മീരിൽ ഒരു പ്രശ്നമുണ്ടാക്കും. ഈ കാശ്മീരിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കും. അപ്പോൾ സ്വാഭാവികമായും പാക് ജനത എന്ന വികാരം കൊണ്ടുവരാൻ കഴിയും. ഇത് പാകിസ്ഥാൻ്റെ എക്കാലത്തെയും തന്ത്രമാണ്. അത് ഒന്നുകിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ചെയ്യും. അത് പറ്റിയില്ലെങ്കിൽ ആ ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് എപ്പോഴാണോ പട്ടാള ഭരണാധികാരി ശ്രമിക്കുന്നത് അതും ചെയ്യും. ഇപ്പോൾ ഇവിടെ അസിം മുനീർ എന്ന് പറയുന്ന പാക് പട്ടാള മേധാവി എന്തുകൊണ്ടാണ് പറഞ്ഞത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദ്വിരാഷ്ട്രവാദം എങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സമൂഹം വ്യത്യസ്തരായി മാറുന്നത്? 1940-കൾ മുതൽ നമ്മൾ ആരംഭിച്ച ഒരു ശ്രമമാണ് 1947-ൽ ദ്വിരാഷ്ട്രം എന്ന് പറയുന്ന നമ്മളുടെ ഒരു സങ്കല്പത്തിലേക്ക്, ആഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ പ്രധാന നാഡിയാണ്. ഇതൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പാകിസ്ഥാൻ ഒരു തെമ്മാടിത്തമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഞങ്ങൾ ഭീകരവാദത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ തെമ്മാടി രാഷ്ട്രമായി പാകിസ്ഥാനെ ഇത് തുറന്നു കാണിക്കുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ പറഞ്ഞത്. Acts of terrorism are criminal and unjustifiable regardless of their motivation, wherever, whenever and by whomever committed. അവരുടെ വാക്കുകൾ കുറിക്കൊള്ളുന്നതായി മാറിയെന്ന് മറ്റംഗങ്ങളും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളെയും പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അത് സംബന്ധിച്ച ചർച്ചകളൊന്നും വലുതായിട്ട് വന്നില്ല. കാരണം പാകിസ്ഥാൻ കൂടുതൽ വിവരങ്ങൾ ഇനിയും തുറന്നു പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ റഷ്യക്കെതിരെയുള്ള ഈ പാക് നിലപാട്, നീക്കം, നിഴൽ സേന ഇതിനെയൊക്കെ തയ്യാറാക്കിയത് അമേരിക്കയാണെന്നുള്ളത് പുറത്തറിയും. മറ്റ് പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള കങ്കാണിപ്പണി ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ എന്ന് അവർക്ക് തുറന്നു പറയാം. കാരണം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത രാജ്യമാണ്. സാമ്പത്തികപരമായി സൈനികപരമായിട്ട് മൊത്തം തകർന്നു നിൽക്കുന്ന രാജ്യം ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്തിയതോടുകൂടി ഏത് നിമിഷവും വലിയ തിരിച്ചടിയും നേരിടും. അതൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പാകിസ്ഥാന് ആരോടും എന്തും തുറന്നു പറയാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും പ്രചാരണത്തിൽ ഏർപ്പെടുന്നതിനും ആഗോളവേദിയെ ദുരുപയോഗം ചെയ്യുന്നതിനും ദുർബലപ്പെടുത്തുന്നതിനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം കാശ്മീരുമായി ഉണ്ടായ വിഷയത്തിൽ ഈ UN ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുകയും 2/3 ഭാഗം ഇന്ത്യക്കും 1/3 ഭാഗം കാശ്മീരിന് പാകിസ്ഥാന് നൽകുകയും ഒക്കെ ചെയ്തു. അന്നും ഈ UN-ൻ്റെ നിലപാട് ഏതാണ്ട് പാകിസ്ഥാൻ അനുകൂലമാണ്. അപ്പോൾ അന്ന് UN-ൻ്റെ തലപ്പത്തുള്ള ഈ ചൈന ആയിക്കോട്ടെ അതുപോലെ തന്നെ അമേരിക്ക ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് പരോക്ഷമായിട്ടെങ്കിലും ചില പ്രവർത്തനങ്ങൾ നടത്തി. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കാശ്മീർ
വിഷയം UN എടുത്തിടും. അപ്പോൾ അതോടുകൂടി ഇന്ത്യയുടെ വായടയ്ക്കാമെന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ ഭീകരതയുടെ ഇരകൾക്കും അതിജീവിച്ചവർക്കും സുരക്ഷിതമായ ഇടം നൽകാനും വക്താക്കൾക്കും സമാധാന നിർമ്മാതാക്കളായി പ്രവർത്തിക്കാനും ലക്ഷ്യമിടുന്ന വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്കിൻ്റെ ഉദ്ഘാടന വേളയിൽ വളരെ രൂക്ഷമായ വിമർശനവും ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാൻ്റെ പങ്കിനെക്കുറിച്ച് ഈ സ്കൈ ന്യൂസിൻ്റെ ഒരു ലേഖകനാണ് ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളിത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇന്നും ഇന്നലെയും ചെയ്തതല്ല, 30 വർഷമായിട്ട് ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തിന്? ഈ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് ആക്രമണം നടന്ന സമയത്ത് ഈ ഒസാമ ബിൻ ലാദനെ മറ്റും അഫ്ഗാനിസ്ഥാൻ പിന്തുണച്ചപ്പോൾ ആ സമയത്തും ഞങ്ങൾ ചില ഓപ്പറേഷനൊക്കെ നടത്തിയിരുന്നു. കാരണം ഈ അഫ്ഗാൻ്റെ അതിർത്തി പ്രദേശത്താണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക സൈനിക സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകി അവരെ ഒരു നിഴൽസേന പോലെ മുന്നോട്ട് കൊണ്ടുപോയി. എല്ലായ്പ്പോഴും അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനെ വിശ്വാസമായിരുന്നു. പാകിസ്ഥാൻ അവർക്ക് അങ്ങോട്ട് സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ചില വിധ്വംസക പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു എന്ന കാര്യം ഇപ്പോഴാണ് താലിബാൻ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് അതിക്രമ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ താലിബാൻ കേന്ദ്രീകരിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ തന്നെ ഇനി താലിബാൻ പൂർണ്ണമായും അവരിൽ നിന്ന് മാറും. മാത്രമല്ല ഇപ്പം ഈ പറയുന്ന ഖൈബർ പഷ്തൂൺഖ മേഖലയിൽ ഈ താലിബാൻ്റെ ഒരു പോഷക സംഘടന വലിയ സമരം നടത്തുന്നുണ്ട്, തെഹരിക്കെ ഈ താലിബാൻ. അവർ ഏത് നിമിഷവും ആക്രമണം കടുപ്പിക്കുകയും ഇന്ത്യയുടെ ഒരു പിന്തുണ കിട്ടുകയും ചെയ്താൽ പാകിസ്ഥാനിൽ നിന്ന് ആ ഭാഗത്തെ അടർത്തി മാറ്റും. അപ്പോൾ UN നമ്മുടെ പ്രതിനിധി പറഞ്ഞ പല കാര്യങ്ങളും ലോക നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. UN മറ്റ് പ്രതിനിധികളെല്ലാം തന്നെ ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തെമ്മാടി രാജ്യമെന്ന് പറഞ്ഞിട്ടും എന്ന് ആക്ഷേപിച്ചിട്ടും ഒന്ന് പ്രതികരിക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അത്രത്തോളം മുഴുകി നിൽക്കുന്നു എന്ന് അംഗീകരിക്കുകയാണ്. മാത്രമല്ല ആക്രമണത്തെ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി നേരത്തെ അപലപിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നയതന്ത്രജ്ഞർ ഇത് കൃത്യമായിട്ട് അവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു UN നിലപാട്. അപ്പോൾ എല്ലാ രൂപത്തിലുള്ള ഭീകരതയും നിസ്സംശയമായും അപലപിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാടെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്തായാലും ഭീകരതയുടെ ഇരകൾക്ക് സുരക്ഷിതമായ ഇടം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണത്തിന് കൃത്യമായ തിരിച്ചടി നമ്മൾ നൽകുക ചെയ്യും. കാരണം ഇന്ത്യൻ ജനതയുടെ ഒരു വികാരമാണ്. ഇവിടെ ടൂറിസത്തിന് വന്ന അല്ലെങ്കിൽ തദ്ദേശീയ ആൾക്കാരെയാണ് ഇവർ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റ് ചില വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ തദ്ദേശീയരായ ഒരു ക്യാമറാമാൻ, അയാൾ സ്വാഭാവികമായും അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് റീലുകൾ സൃഷ്ടിക്കുന്നു, എന്നിട്ട് അവർക്ക് പൈസയ്ക്ക് വിൽക്കുന്നു, ഇതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഈ വീഡിയോഗ്രാഫർ ഈ അക്രമം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഈ വെടിശബ്ദം കേട്ടപ്പോൾ ഇയാൾ ഒരു മരത്തിന് മുകളിലേക്ക് കയറിയെന്നും അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതായിട്ടും അറിയുന്നുണ്ട്. ഈ ദൃശ്യത്തിൽ 4 ഭീകരർ 2 സൈഡിൽ നിന്ന് വന്നാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ അയാൾ പറയുന്നത് മുകളിൽ നിന്ന് അയാൾ കണ്ടത് പലരോടെയും പേര് ചോദിച്ച് അവർക്ക് നേരെ ആക്രമണം നടത്തി. അപ്പോൾ എന്തോ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഈ ദൃക്സാക്ഷികൾ, ഈ ഇരകളായ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളൊക്കെയാണ് പറഞ്ഞത് എന്താ ചോദിച്ചതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ആക്രമണം നടത്തിയ 2 പേർ നേരത്തെ തന്നെ അവിടെ നിൽക്കുന്നതിൻ്റെ സൂചനകളും ഈ വീഡിയോഗ്രാഫർ നൽകി. അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ 2 പേര് തദ്ദേശീയരാണ്, കാശ്മീരികളാണ്. 2 പേര് പക്ഷേ അഫ്ഗാൻ മോഡലിലുള്ളവരാണ്, അതായത് പഷ്തൂൺ ഭാഷ സംസാരിക്കുന്നവരാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും NIA ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് UN അവതരിപ്പിക്കും. കാരണം അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററുടെ ഒരു നിലപാട്, സൈന്യാധിപൻ്റെ നിലപാട്, ഇന്ത്യക്കെതിരെ ആണവായുധം ആക്രമിക്കും അല്ലെ ആണവായുധം ഉപയോഗിക്കും, 130 ആണവായുധങ്ങൾ തയ്യാറാക്കി വെച്ചു എന്ന് റെയിൽവേ മന്ത്രിയായ അബ്ബാസിയുടെ ഒരു തുറന്നു പറച്ചിൽ, ഇതെല്ലാം തന്നെ ഇന്ത്യ UN വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അവർ കാണുന്നു. ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് കരുതുന്ന സൈന്യാധിപനെ ഇപ്പോൾ കാണാനില്ല. നിരവധി സൈനിക ഉദ്യോഗസ്ഥർ അയാളുടെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു പോയിട്ടുണ്ട്. മറ്റ് ചില മന്ത്രിമാർ വീണ്ടും പ്രകോപനമായിട്ട് വരുന്നു. ഉപപ്രധാനമന്ത്രിയും മറ്റും ചൈനയുടെ പിന്തുണ തേടി ചെല്ലുന്നു, അതുപോലെ തന്നെ തുർക്കിയുടെ പിന്തുണ തേടി ചെല്ലുന്നു. മറ്റ് ചിലരാകട്ടെ ഇതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഷഹബാസ് ഷെരീഫ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറയുന്നത് ഇതേക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം. ചൈനയും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചൈനയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് പോലും അറിയില്ല. പക്ഷേ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. അതുമൂലം ഞങ്ങളുടെ രാജ്യം ഏറെ പിന്നോക്കം പോയിട്ടുണ്ടെന്ന് ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇത് മറച്ചു വെക്കാൻ
കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ UN പ്രതിനിധി പട്ടേൽ അവിടെ വെച്ച് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാജ്യമാണ് ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളുമായി നീങ്ങുന്ന പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. UN മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.